കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കെല്ലാം ആ ലോക ഫുട്ബോളിനോടുള്ള ആ ഇഷ്ടവും ആരാധനയും കൂടുന്നു എന്ന് നമുക്ക് ആ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പം രാജേഷ്, അത് മാത്രമല്ല, ഇപ്പോൾ ഓരോ ടീമിലെയും കളിക്കാരെ കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. അവർ ഏത് ക്ലബിന് കളിക്കുന്നു, എത്ര വയസ്സായി, എങ്ങനെയാണ് അവർ ഫുട്ബോളിലേക്ക് വന്നതെന്നുള്ള സ്റ്റാറ്റ്സ് മുഴുവൻ മനസ്സിലാക്കിയിട്ട് കളി കാണുന്നവരാണ് ഇന്ന് ഉള്ളത്. അതെ, സ്വാഭാവികമായിട്ട് അതിലോട്ട് ചേർത്ത് പറയാനുള്ളത് ഈ സ്പാനിഷ് ഫുട്ബോൾ അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിൻ്റെയൊക്കെ മത്സരങ്ങൾ പോലും കാണാനുള്ള അവസരം ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. വീട്ടിൽ ഇപ്പം മുതിർന്ന ആൾക്കാർക്ക് പോലും അത് ആ സ്പോർട്സ് ചാനൽ എടുത്ത് കാണേണ്ടത് അല്ലെങ്കിൽ ആ ടൈം നോക്കിയൊക്കെ ഇവർ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾ കാണുമ്പോൾ അതിനുള്ള അവസരം രാത്രിയാണ്. രാത്രി പഠിക്കുന്ന സമയത്ത് പോലും ഇത് കാണാനുള്ള അവസരങ്ങളാണ് ഒരു കാര്യം പറയുകയാണ്. നമുക്ക് അതിലേക്ക് വരുമ്പോൾ ഈ ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്പെയിനിന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇന്നത്തെ ഒരു കളി കാണുമ്പോൾ തന്നെ ഈ കുറുകിയ പാസുകളും അവരുടെ സ്പീഡും അവരുടെ ആ ഷോട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പാനിഷ് ഫുട്ബോൾ അല്ലെങ്കിൽ അങ്ങനത്തെ യൂറോ കപ്പുകളൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു കളിയാണ് നമുക്ക് ഈ വേൾഡ് കപ്പ്. സാധാരണ ഇത്രയും നമുക്ക് ഈ 10-16 കളികളിലൊക്കെ ലാസ്റ്റ് ലാപ്പിലുള്ള കളികൾ കാണുമ്പോൾ പോലും അതൊരു വേൾഡ് കപ്പിൻ്റെ കളിയായിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ ആ സ്പെയിനിൻ്റെ കളി വന്നപ്പോൾ എന്താ പറയുക, പെട്ടെന്നുള്ള ആ ഒരു സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് അവർ ആ ബോൾ പാസ് ചെയ്ത് പോകുന്നത് ഈ അർജന്റീനയെ സംബന്ധിച്ചോളം അവർ ആകപ്പാടെ വലച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നലെ അക്ഷരാർത്ഥത്തിൽ അർജന്റീനയെ എല്ലാ മേഖലയിലും ഓവർകം ചെയ്തതാണ് സ്പെയിൻ. അത് ഫ്രം ദ വേർഡ് ഗോ എന്ന് തന്നെ പറയണം. ആദ്യം മുതൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ എടുത്താൽ നമുക്കറിയാം, ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയുടെ നിഴൽ മാത്രമായി പോയി. മെസ്സിക്ക് പന്തെത്തുന്നില്ല. അതുപോലെ അവരുടെ ഹാഫ് ലൈനിൽ ഡീപോളിനും മാക്കലിസ്റ്ററിനും എൻസോ ഫെർണാണ്ടസിനും ഒക്കെ പിടിപ്പത് ജോലിയാകുന്നു. അങ്ങനെയുള്ള സമയത്താണ് സ്പെയിൻ അവർ ആസൂത്രിതമായി, ഇപ്പോൾ രാജേഷ് പറഞ്ഞ വാക്കിൽ നിന്നും മാറ്റി ഞാൻ പറയാം, ആസൂത്രിതമായി കുറിയ പാസുകളോടുകൂടി രണ്ട് വിങ്ങിലേക്കും ബോൾ സപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു സൈഡിൽ യമാലുണ്ടവർക്ക്. യമാലിനെ സംബന്ധിച്ചിടത്തോളം യമാൽ താഴോട്ട് ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു പ്ലെയറായി മാറി ഇന്നലെ. അങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള അറ്റാക്കും കൂടി ആയപ്പോൾ ശരിക്കും അർജൻറ്റീന അക്ഷരാർത്ഥത്തിൽ തളർന്നുപോയി എന്നുള്ളതാണ്. അർജൻറ്റീന ഡിഫൻസ് വളരെ പേരുകേട്ട ഡിഫൻസാണ്. ഇന്നലെ ടാഗ്ലിഫോഗോയൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടു. അതുപോലെ തന്നെ റൊമേരോയും അതേപോലെ മോണ്ടിയലും ഒക്കെ ഇന്നലെ വേർത്ത് കളിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ലോകകപ്പിൽ കാണുന്നത്. അത്രമാത്രം ചടുലതയോടെ നല്ല ഒരു വെൽ ഓയിൽഡ് മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായി കളി നിയന്ത്രിച്ചതാണ് സ്പെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറുവശത്ത് അർജൻറ്റീന ഇന്നലെ കളി മറന്നു. കാരണം അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്ന ഒരു കാരണം മെസ്സി മാത്രമല്ല, അല്ലെങ്കിൽ ലയണൽ മെസ്സി എന്ന ഒരു ഇതിഹാസത്തെ മാത്രമല്ല, അവരുടെ കളിയുടെ അച്ചടക്കവും ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇന്നലത്തെ കളി ചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അത് എത്ര ഫൗൾ, എത്ര യെല്ലോ കാർഡ് കിട്ടി, ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടി, അങ്ങനെ 10 പേരായി ചുരുങ്ങി. അങ്ങനെ ടീം ടൈറ്റായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് തോൽവി വഴങ്ങേണ്ടി വന്നത്. എന്തുകൊണ്ട് ഈ ഫൈനൽ മത്സരത്തിൽ അവർക്ക് ഇങ്ങനൊരു ഫൗള് ചെയ്ത് കളിക്കേണ്ടി വന്നു? ഇന്നലെ ഞാൻ പോലും ഒരു പക്ഷേ വെറുത്തുപോയി. 3-4 പേർക്ക് യെല്ലോ കാർഡ് കാണുക, അവർക്ക് വാർണിംഗ് കൊടുക്കുക, പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അവർ മാറുന്ന ഒരു സാഹചര്യം. രാജേഷ്, അവിടെ ഈ നമ്മൾ കളിക്കുന്നത് ലോകകപ്പ് ഫൈനലാണ്. തുടർച്ചയായി രണ്ട് ഫൈനൽ കളി ജയിക്കുക എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് വരാൻ വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം അത് എല്ലാവരുടെ മനസ്സിലുണ്ട്. പിന്നെ മെസ്സി എന്ന ഒരു പ്ലെയറിൻ്റെ, ആ പ്ലെയറെ അനുകൂലിക്കുക, ആ പ്ലെയറിന് പന്ത് നൽകുക ഉള്ള ബാക്കി 10 പേരുടെ ആഗ്രഹം, ഇതെല്ലാം കൂടി ആകുമ്പോൾ ബോൾ കിട്ടാതെ വരുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷനുണ്ട്. ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഫൗൾ ചെയ്യാനുള്ള ഇന്നലെ എൻസോ ഫെർണാണ്ടസ് വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം വളരെ മാന്യനായി കളിക്കുന്ന ഒരു പ്ലെയറാണ്. എല്ലാ അർജന്റീൻ താരവും അങ്ങനെയാണ് കളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പോലും വികാരഭരിതനാവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വെറുതെ വന്ന ക്യൂബ്രോസിയെ തട്ടിയിട്ടതിന് 2ാമത്തെ യെല്ലോ കാർഡും റെഡ് കാർഡും മേടിച്ച് പുറത്തു പോകേണ്ടതായി വന്നു. അതുപോലെ തന്നെ ഒരിക്കലും യെല്ലോ കാർഡ് വാങ്ങിക്കാത്ത പലരും ഇന്നലെ കണ്ടു. മാക്കലിസ്റ്റർ ഇന്നലെ യെല്ലോ കാർഡ് വാങ്ങിച്ചു. അതുപോലെ 5-ാം നമ്പർ താരം അദ്ദേഹവും ഇന്നലെ യെല്ലോ കാർഡും മേടിച്ചു. വന്നുടനെ ഒരു യെല്ലോ കാർഡ് അദ്ദേഹവും മേടിച്ചു. അങ്ങനെ അതായത് ഇന്നലെ സ്കലോണിയുടെ എല്ലാ ഐഡിയും മേടിച്ചു. അതെ, അച്ചടക്കമില്ലാത്തത് കൊണ്ട് സ്കലോണി മേടിച്ചു. അല്ല, അതാണ് ആ ടീമിന് പറ്റിയ ടോട്ടൽ ഒരു മാനസിക അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് പോയും ഡഗ് ഔട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പോയും കയർക്കുന്ന സ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാണ്.
അദ്ദേഹം കയർക്കുന്നത് കണ്ടു. അദ്ദേഹത്തിനും ഒരു യെല്ലോ കാർഡ് ഇന്നലെ നേടേണ്ടി വന്നു. അങ്ങനെ പൊതുവേ എല്ലാ മേഖലകളിലും ഇന്നലെ ആധിപത്യം പുലർത്തിയാണ് സ്പെയിൻ ഈ ലോകകപ്പിൻ്റെ രാജാക്കന്മാരായത് എന്ന് പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ അതാണ് ശരി. അതെ അതെ.